ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്. നമസ്കാരം. സമത്വ സുന്ദരമായ മാവേലി നാടെന്ന മഹത്തായ സങ്കല്പമാണ് ഓണമെന്ന വികാരത്തെ സവിശേഷമാക്കുന്നത്. മാവേലി നാടെന്ന വലിയ സ്വപ്നം പങ്കുവയ്ക്കുന്ന ഓണവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണം കൊണ്ടാടാൻ കളിമണ്ണിൽ ഓണത്തപ്പനെ ഒരുക്കുകയാണ് പുതുക്കാട് സ്നേഹപുരം കുമ്പാര കോളനിയിലെ കുടുംബങ്ങൾ. കളിമണ്ണ് കിട്ടാക്കനിയായി മാറിയിട്ടും അന്യനാടുകളിൽ നിന്ന് പൊന്നിൻ വിലയ്ക്ക് മണ്ണ് വാങ്ങിയാണ് ഇവർ ഓണത്തപ്പനെ മെനഞ്ഞെടുക്കുന്നത്. കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമിടയിലാണ് സ്നേഹപുരം കുമ്പാര കോളനിയിലെ കുടുംബങ്ങൾ ഓണത്തപ്പനെ നിർമ്മിക്കുന്നത്. അസംസ്കൃത വസ്തുവായ കളിമണ്ണ് കിട്ടാത്തതാണ് ഇവരുടെ കഷ്ടതകൾക്കുള്ള പ്രധാന കാരണം. ഓണം എത്തണമെങ്കിൽ ഓണത്തപ്പനെ നിർമ്മിക്കണമെന്നാണ് കഷ്ടതകൾക്ക് നടുവിലും ഇവർക്ക് പറയാനുള്ളത്. 26 കുടുംബങ്ങളാണ് കുമ്പാര കോളനിയിലുള്ളത്. കുലത്തൊഴിലായ മൺപാത്ര നിർമ്മാണമാണ് ഇവരുടെ വരുമാന മാർഗം. എന്നാൽ കുറച്ചു വർഷങ്ങളായി കളിമണ്ണ് കിട്ടാതായതോടെ കോളനിയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും കുലത്തൊഴിൽ ഉപേക്ഷിച്ച് മറ്റു പണികൾക്ക് പോയി തുടങ്ങി. ഇപ്പോൾ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് കോളനിയിൽ മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ കരവിരുതിൽ ഒരുങ്ങുന്ന ഓണത്തപ്പനാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഓണത്തിന് മാറ്റുകൂട്ടുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇവർ കളിമണ്ണ് എത്തിക്കുന്നത്. 1 ലോറി മണ്ണിന് 75,000 രൂപയാണ് വില. ഇങ്ങനെ കൊണ്ടുവരുന്ന മണ്ണ് ഓരോരുത്തരും പങ്കിട്ട് വാങ്ങിയാണ് പാത്രങ്ങളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നത്. പൂക്കളും മറ്റ് ഡിസൈനുകളും കൊത്തിയ ഓണത്തപ്പന്റെ 3 എണ്ണം അടങ്ങുന്ന ഒരു സെറ്റിന് 120 രൂപയാണ്. വ്യത്യസ്ത ഉയരത്തിലും വീതിയിലുമാണ് ഇവിടെ ഓണത്തപ്പനെ നിർമ്മിക്കുന്നത്. മണ്ണ് കുഴച്ച് പാകത്തിനാക്കിയാണ് ഓണത്തപ്പനെ നിർമ്മിക്കുന്നത്. മണ്ണടിച്ച് നീളത്തിലാക്കി ഓണത്തപ്പന്റെ ആകൃതിയിലാക്കിയ ശേഷം 1 ദിവസം കഴിഞ്ഞാണ് മിനുക്കുപണികൾ ആരംഭിക്കുന്നത്. പൂക്കളും ഡിസൈനുകളും വരച്ച് അതിൽ പല നിറങ്ങൾ ചാർത്തിയതിനു ശേഷം ഓണത്തപ്പനെ ചുവപ്പ് പെയിന്റ് തേച്ച് മിനുക്കും. പിന്നീട് അമിതമായി ചൂട് നൽകാതെ ഉണക്കിയെടുത്താണ് ഓണത്തപ്പനെ വിൽപ്പനയ്ക്കൊരുക്കുന്നത്. പല കച്ചവടക്കാരും കോളനിയിലെത്തി ഓണത്തപ്പനെ കൊണ്ടുപോകാറുണ്ട്. നിശ്ചിത തുക നൽകി കൊണ്ടുപോകുന്ന ഓണത്തപ്പനെ വൻ വിലയ്ക്കാണ് കടകളിൽ വിൽക്കുന്നത്. കളിമണ്ണിൽ നിരവധി ഉൽപ്പന്നങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കുചേരും. കളിമണ്ണെടുക്കുന്നതിന് ഏർപ്പെടുത്തിയ നിബന്ധനകൾക്ക് ഇളവ് വരുത്തി ചെറുകിട മൺപാത്ര നിർമ്മാണ മേഖലയെ രക്ഷിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. തിയേറ്ററുകളിലെത്തി ഒരു സിനിമ കണ്ടാലേ മലയാളികളുടെ ഓണാഘോഷം പൂർണ്ണമാകും. ഓണക്കാലത്തെ വരവേറ്റുകൊണ്ട് ഓണചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പുതിയ വൈസ് പ്രിൻസിപ്പൽ. മോഹൻലാൽ, മമ്മൂട്ടി, പൃഥ്വിരാജ്, നിവിൻ പോളി എന്നിവരുടെ ചിത്രങ്ങളാണ് ഓണത്തിന് തിയേറ്ററുകളെ സജീവമാക്കുക. മോഹൻലാൽ ചിത്രമായ ലാൽ ജോസിന്റെ വെളിപാടിന്റെ പുസ്തകമാണ് ഓണക്കാലത്ത് ആദ്യം റിലീസിനെത്തിയത്. മമ്മൂട്ടിയുടെ പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ചിത്രവും പൃഥ്വിരാജിന്റെ ത്രില്ലർ സിനിമയായ ആദം, നിവിൻ പോളിയുടെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്നീ സിനിമകളാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓണക്കാലത്ത് കുടുംബ പ്രേക്ഷകരെ ഏറെ ആകർഷിക്കാറുള്ള ദിലീപിന്റെ സിനിമകൾ റിലീസിനില്ല എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ദിലീപ് ജയിലിലായതോടെ രാംലീല എന്ന സിനിമയുടെ റിലീസും അനിശ്ചിതമായി നീളുകയാണ്. ദുൽഖർ സൽമാന്റെ പറവ, സോളോ എന്നിവയും ലവകുശ എന്ന മറ്റൊരു സിനിമയും ഓണപ്പട്ടികയിൽ ഇടം പിടിച്ചിരുന്നുവെങ്കിലും റിലീസ് മാറ്റിവെക്കുകയായിരുന്നു.
പഴയ തലമുറയും പുതിയ തലമുറയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഈ ഓണക്കാലത്ത് വിജയം ആർക്കൊപ്പമെന്ന കാത്തിരിപ്പിന് ഓണദിനങ്ങൾ ഉത്തരം നൽകും. കഥകൾ പൊഴിയും ഒരു കാവളം പൈങ്കിളി പാടുന്ന പാട്ടൊന്നു കേട്ടു, അതു കേട്ടരികെ ഇണപ്പെൺകിളി വന്നതും കണ്ടു. മുണ്ടത്തിക്കോട് സ്വദേശിയായ അജിത് കുമാറിന്റെ ഓണകൃഷിക്ക് പത്തരമാറ്റിന്റെ തിളക്കമുണ്ട്. ജീവിതത്തിൽ അറ്റുപോയ താളം കൃഷിയിലൂടെ വീണ്ടെടുക്കുന്നു എന്നതാണ് അജിത് കുമാറിന്റെ ഓണാഘോഷത്തെ സവിശേഷമാക്കുന്നത്. അതിജീവനം എന്നതിന്റെ മറുവാക്കായി മാറുകയാണ് അജിത് കുമാർ എന്ന കലാകാരൻ. കർഷക കുടുംബമായിരുന്നുവെങ്കിലും മേളമായിരുന്നു അജിത് കുമാറിന്റെ ജീവിതതാളം. 3.5 വർഷം മുമ്പ് കുന്നംകുളത്ത് ഒരു മേളത്തിനായുള്ള യാത്രക്കിടയിലാണ് വിധി വില്ലൻ വേഷം കെട്ടിയെത്തിയത്. ചൂണ്ടലിൽ വെച്ച് ബസ് ഇടിച്ചായിരുന്നു അപകടം. മരിച്ചെന്ന് കരുതിയെങ്കിലും പോലീസ് എത്തിയപ്പോൾ ഹൃദയമെടുപ്പുണ്ടെന്ന് കണ്ട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒരു കാൽ നഷ്ടപ്പെടുകയും ഒരു കൈയുടെ സ്വാധീനം നഷ്ടമാവുകയും ചെയ്തു. മേളത്തിന് പോകാനോ കൊട്ടാനോ കഴിയാത്ത ജീവിതാവസ്ഥയിൽ നിന്നും കൃഷിയുടെ പച്ചപ്പിലേക്ക് പതിയെ പിച്ചവെച്ച് നഷ്ടമായ ജീവിതതാളം വീണ്ടെടുക്കുകയാണ് അജിത് കുമാർ. ചൂണ്ടപ്പാടത്ത് വെച്ചിട്ട് നമ്മൾ ബൈക്കുമ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ പോകുമായിരുന്നു. ആ സമയത്ത് ഒരു ബസ് കയറി ഒന്ന് ഇടിച്ചതാണ്. മരിച്ചെന്ന് പറഞ്ഞിട്ട് റോട്ടിൽ. പക്ഷേ പെട്ടെന്ന് എപ്പോഴേക്കും എന്തോ ദൈവഗുരുത്തം കൊണ്ട് പോലീസ് എത്തി. അപ്പം ഇടിപ്പ് കണ്ടപ്പോൾ നേരെ ലൈറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ കുറച്ച് പൈസ ഒക്കെ ചിലവായി, എങ്കിലും ആയുസ് കിട്ടി. കാല് പോയി, കൈ പോയി. മുന്നേ ചെയ്യുന്ന പോലെ കൃഷി അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പാടത്തേക്കും പറമ്പിലേക്കും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ നമ്മുടെ അടുത്തൊരു പറമ്പുണ്ട്. ആ പറമ്പിൽ കൃഷി ഇപ്പോൾ ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിന് പറയുമ്പോൾ പാടത്ത് പറമ്പിൽ വാഴ വെച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷിയും വാഴകൃഷിയുമാണ് പ്രധാനമായും ചെയ്തിട്ടുള്ളത്. അയൽക്കാരന്റെ സ്ഥലത്താണ് ഇയാൾ പൂക്കൃഷി ചെയ്തിട്ടുള്ളത്. അമ്മയും സഹോദരങ്ങളും ഭാര്യയും കുട്ടിയുമെല്ലാം പിന്തുണയുമായി രംഗത്തുണ്ട്. ദുരന്തങ്ങളിൽ തളരാതെ പ്രതീക്ഷയുടെ നിറസമൃദ്ധി പകർന്ന ഓണക്കാലത്തെ കൂട്ടുപിടിച്ച് ജീവിത സ്വപ്നങ്ങൾ വീണ്ടും വിളക്കിച്ചേർക്കാനുള്ള ഉദ്യമത്തിലാണ് അജിത് കുമാർ എന്ന കൃഷിക്കാരനായ കലാകാരൻ. തൃശൂർ നിർമ്മലമാതാ സെൻട്രൽ സ്കൂളിലെ ഓണാഘോഷം പ്രശസ്ത സംഗീതജ്ഞനായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. അമ്മ എന്ന മധുരഗാനം ആലപിച്ചാണ് കൈതപ്രം സദസ്സിനെ കയ്യിലെടുത്തത്. ഈ വാക്കു തന്നതെന്നമ്മ, ഈ നന്മ തന്നതെന്നമ്മ, ഈ വാക്കു തന്നതെന്നമ്മ, ഈ നന്മ തന്നതെന്നമ്മ, ഈ പാട്ടു തന്നതെന്നമ്മ, ഈ പൂക്കൾ തന്നതെന്നമ്മ. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റിൽ മരിയ കൈതപ്രത്തെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രിൻസിപ്പൽ ലിൻസ മരിയ, PTA പ്രസിഡന്റ് ഡോക്ടർ ടോണി ജോസഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ ചെണ്ടമേളവും അധ്യാപകർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും മറ്റ് കലാവതരണങ്ങളും ഓണാഘോഷത്തെ ചേതോഹരമാക്കി. വിശക്കുന്ന വയറുകൾക്ക് മുന്നിൽ ദൈവം അവതരിക്കുക ഭക്ഷണത്തിന്റെ രൂപത്തിലാണെങ്കിൽ വിജി എന്ന വീട്ടമ്മയെ ദൈവരൂപത്തിൽ കാണുന്ന ഏറെ പേരുണ്ട്. കൂലിപ്പണി ചെയ്തു കിട്ടുന്ന തുക കൊണ്ട് നിരാലംബരെ ഊട്ടുന്ന വിജി ഓണക്കാലത്ത് സാംസ്കാരിക നഗരിയുടെ അതിഥിയായാണ് വന്നെത്തിയത്. പുല്ലഴി ക്രിസ്റ്റീന ഹോമിൽ റെയിൻമേറ്റ്സ് സംഘടിപ്പിച്ച ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാനായാണ് വിജി എത്തിയത്. 17-ാം വയസ്സിൽ 2 കുട്ടികളുടെ അമ്മയാവുകയും ഇളയ കുട്ടിക്ക് 3 മാസം പ്രായമുള്ളപ്പോൾ ഭർത്താവ് ഉപേക്ഷിക്കുകയും ചെയ്ത സാധാ വീട്ടമ്മയാണിവർ.
കരിങ്കൽ ക്വാറിയിൽ കൂലിപ്പണി ചെയ്താണ് വിജി മക്കളെ വളർത്തിയത്. കഴിഞ്ഞ 1 വർഷമായി വിജിയുടെ ഞായറാഴ്ചകൾ നിരാലംബരായവർക്ക് അന്നമേകാനായി പകുത്തു നൽകിയിരിക്കുകയാണ്. കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണിവർ വിശക്കുന്ന വയറുകൾക്ക് ഭക്ഷണം വെച്ചു വിളമ്പുന്നത്. ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലെ ഒരു രംഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് വിജിയുടെ ജീവിതത്തിൽ അത്തരമൊരു ചിന്ത പാകിയത്. മൃഗങ്ങൾ പോലും ഭക്ഷിക്കാത്ത ഭക്ഷണാവശിഷ്ടങ്ങൾ മാലിന്യങ്ങൾക്കിടയിൽ നിന്നും കഴിക്കുന്ന ഒരാളുടെ കാഴ്ചയാണ് ഇത്തരമൊരു ഉദ്യമത്തിന് പ്രേരിപ്പിച്ചതെന്ന് വിജി പറയുന്നു. ഒരു ദിവസം ഞാൻ എന്താണ് ഇയാൾ ഈ പ്ലേറ്റിൽ വാരി ഇടായിരുന്നു. അവിടുത്തെ കാർലാസ് പ്ലേറ്റിൽ വാരി ഇടായിരുന്നു. എന്താ ഇയാൾ വാരി ഇടുന്നതെന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് ഈ വേസ്റ്റ് അഴുക്ക് ചാലിലത്തെ വേസ്റ്റ് വാരി ഈ ഒന്നും പറയാൻ പറ്റില്ല, ചേറും ചോറും കൂടിയിട്ടുള്ളതാണ് മൂപ്പര് അത് വാരി കഴിക്കുന്നത്. ഈ കാഴ്ച ഭയങ്കര ഒരു കാഴ്ചയായി. നല്ല എൻ്റെ മനസ്സ് നല്ല വേദനിച്ചു. ബാങ്കിൽ പോയി നോക്കിയപ്പോൾ പൈസ ഉണ്ടായിരുന്നു 3000. അതെടുത്തിട്ട് ഞാൻ തുടങ്ങിയതാണ്. 4 മാസം കൂലിപ്പണി എടുത്തിട്ട് കൊടുക്കുമായിരുന്നു. ഇപ്പോൾ 2-3 ആൾക്കാർ എനിക്ക് സഹായിക്കുന്നുണ്ട്. ഞായറാഴ്ചകളിൽ ഇറച്ചിയും ചോറും ഉണ്ടാക്കി ഷൊർണൂർ പാലത്തിന് ചുവടെ വിജി എത്തും. വിജിയെയും കാത്ത് ആദ്യമെത്തിയത് 17 പേരായിരുന്നുവെങ്കിൽ പിന്നീട് അത് 100 വരെയായി. വിജിയുടെ പ്രവൃത്തിയുടെ മഹത്വം കണ്ട് സഹായിക്കാൻ കുറച്ചുപേർ തയ്യാറായി. സ്ഥിരമായി ഇറച്ചി വാങ്ങുന്ന കടക്കാരൻ മുതൽ പലരും. ചെറുതുരുത്തി പഞ്ചായത്തിന് കീഴിലുള്ള ഒഴിഞ്ഞ ഇടത്താണ് ഇപ്പോൾ വിജി ഞായറാഴ്ചകളിൽ ഭക്ഷണം വിളമ്പുന്നത്. ഒരു ചെറിയ പന്തലിട്ട് അവിടെ ഈ ഞായറാഴ്ച ഓണസദ്യ വിളമ്പണമെന്നാണ് വിജിയുടെ ആഗ്രഹം. ഇനിയിപ്പോൾ സദ്യ ആണോ അല്ല ഇറച്ചിയും ചോറാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പൈസ ഉണ്ടെങ്കിൽ ഞാൻ സദ്യ തന്നെ കൊടുക്കും. തഞ്ചാവൂർ സ്വദേശികളാണ് മാതാപിതാക്കളെങ്കിലും താൻ ജനിച്ചു വളർന്നത് ഷൊർണൂരാണെന്ന് വിജി പറയുന്നു. മകൾ സുമിത്രയുടെ വിവാഹം കഴിഞ്ഞു. മകൻ സുനിൽ ദുബായിയിൽ ഡ്രൈവറായി ജോലി നോക്കുന്നു. വാടക വീട്ടിലാണ് താമസമെങ്കിലും പഞ്ചായത്ത് നൽകിയ സഹായം കൊണ്ട് ഒരു വീട് കെട്ടിപ്പൊക്കാനുള്ള ശ്രമങ്ങളിലാണിവർ. ട്രെയിൻമേറ്റ്സിന്റെ ആദരസൂചകമായി ചെറിയൊരു സാമ്പത്തിക പിന്തുണയും ചടങ്ങിൽ വിജിക്ക് കൈമാറി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹിളാ രത്നങ്ങളാണ് ട്രെയിൻമേറ്റ്സിന്റെ ഓണാഘോഷത്തെ വേറിട്ടതാക്കിയത്. അംഹ എന്ന സ്ഥാപനത്തിന്റെ സാരഥി ഡോക്ടർ പി ഭാനുമതി, നേത്രരോഗ വിദഗ്ധ ഡോക്ടർ റാണി മേനോൻ, മഹാരാജാസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ലതാ രാജ് എന്നിവരാണ് വേദിയെ അലങ്കരിച്ചത്. കസ്തൂർബ ഭവനിലെ അമ്മമാർ തങ്ങളുടെ തിമിര ശസ്ത്രക്രിയ സൗജന്യമായി നിർവഹിച്ച ഡോക്ടർ റാണി മേനോനെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ട്രെയിൻ യാത്രികരുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്റ്റിന ഹോമിലെ അന്തേവാസികൾക്കൊപ്പം വിവിധ കലാപരിപാടികൾ ഒരുക്കിയും ഓണപ്പുടവയും സദ്യയും പങ്കുവെച്ചുമാണ് ഓണാഘോഷം അവിസ്മരണീയമാക്കിയത്. തൃശൂർ കോർപ്പറേഷന്റെ ചേലക്കോട്ടുകര ഡിവിഷനിലെ ഓണാഘോഷം മേയർ അജിത ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാകായിക മത്സരങ്ങൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി മാനം തെളിഞ്ഞതോടെ നാടൊന്നടങ്കം ഓണാവേശത്തിലേക്ക് പതിയെ അലിഞ്ഞു ചേരുകയാണ്. കൺമുന്നിലെത്തിയ തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിലേക്ക് മലയാളി ചുവടുവെക്കുമ്പോൾ ഇന്നത്തെ ഓണക്കാഴ്ചകളിൽ നിന്നും താൽക്കാലിക വിട. ഓണക്കാഴ്ചകളുടെ സമൃദ്ധിയുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്.